എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. പലതരത്തിൽപ്പെട്ട രോഗങ്ങളെയും നമുക്ക് ഭക്ഷണത്തിൽ കൂടി നിയന്ത്രിക്കാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ന് വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തൈറോയ്ഡ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് ഹൈപ്പോതൈറോയിഡിസം ആകാം, ഹൈപ്പർ തൈറോയിഡിസം ആകാം. അപ്പോൾ ഇത്തരത്തിലുള്ള തൈറോയ്ഡ് രോഗങ്ങൾക്ക് നമുക്ക് പ്രത്യേക രീതിയിലുള്ള ഹൈപ്പറിനാണെങ്കിലും ഹൈപ്പോയ്ക്കായാലും അതിൻ്റെതായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും അതിൻ്റേതായിട്ടുള്ള ന്യൂട്രീഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന ചില സപ്ലിമെൻറ്റേഷൻസ് ഒക്കെ നിലവിലുണ്ട്. ഇന്ന് നമുക്ക് പൊതുവായി തൈറോയിഡിനെ സ്വാധീനിക്കുന്ന ഭക്ഷണ രീതിയെക്കുറിച്ചൊന്ന് നോക്കാം. അതായത് തൈറോയ്ഡ് ഫംഗ്ഷൻ്റെ റിസ്ക് വർദ്ധിപ്പിക്കുന്ന, തൈറോയ്ഡ് ഗ്ലാൻഡിന് രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊന്ന് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഗോയിട്രോജനിക് ഫുഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ തന്നെയാണ്. ഗോയിട്രോജനിക് ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോയിറ്റർ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്വാധീനിക്കുന്ന ഭക്ഷണങ്ങൾ. അപ്പോൾ ഇത്തരത്തിലെ ഭക്ഷണങ്ങൾ പൊതുവായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടുന്നത് അയഡിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻ്റാണ്. അയഡിൻ്റെ അബ്സോർപ്ഷൻ നടന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ തൈറോയിഡിൻ്റെ ആ ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ നടക്കുകയുള്ളൂ, പ്രവർത്തനം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അയോഡിൻ്റെ ആഗിരണത്തെ സ്വാധീനിക്കുന്ന ഏതൊരു ഘടകവും നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്വാധീനിച്ചേക്കാം. അപ്പോൾ പൊതുവായിട്ട് ഗോയിട്രോജനിക് ഫുഡ്സ് എന്ന് നമ്മൾ പറയുന്ന കാറ്റഗറി മിക്കവാറും എല്ലാം തന്നെയും അയഡിൻ്റെ അബ്സോർപ്ഷനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അവ ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വെജിറ്റബിൾസ് ആണ്. അത് ക്രൂസിഫർ വെജിറ്റബിൾസ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ബ്രൊക്കോളിയാണ്, മറ്റൊന്ന് ക്യാബേജാണ്, മറ്റൊന്ന് കോളിഫ്ലവറാണ്. കെയിൽ പോലെയുള്ള ചില ഇല വർഗ്ഗത്തിൽപ്പെട്ടതൊക്കെ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്. ക്രൂസിഫറസ് വെജിറ്റബിൾസ് എല്ലാം തന്നെയും തൈറോയ്ഡ് രോഗികൾക്ക് ചീത്തയാണ് എന്നുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തേണ്ടുന്ന കാര്യമില്ല. മറിച്ച് ഇത് റോ ഫോമിൽ അല്ലെങ്കിൽ വേവിക്കാത്ത രൂപത്തിൽ ഒത്തിരി കഴിച്ചാൽ മാത്രമാണ് ഇതിനൊരു ഒരു ഒരു ഈ അയഡിൻ്റെ സ്വാധീനം ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഈ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങൾ, തൈറോയ്ഡ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട രോഗമുള്ള ആൾക്കാർ വേവിച്ച് മാത്രം കഴിക്കാൻ വേണ്ടി തയ്യാറാകുക. എന്താണ് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഇത്രയും ചീത്തയാണെന്ന് പറയാനുള്ള കാരണം? ഇതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഗ്ലൂക്കോസിനോലേറ്റ്സ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ ഗ്ലൂക്കോസിനോലേറ്റ്സ് എന്ന് പറയുന്ന കണ്ടന്റ് എപ്പോഴും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അയഡിൻ്റെ അബ്സോർപ്ഷനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ അയഡിൻ്റെ ആഗിരണം ശരീരത്തിൽ കുറയുന്നത് കൊണ്ട് തന്നെ ഗോയിറ്റർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത് കൊണ്ടാണ്, തൊണ്ടമുഴകൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ക്രൂസിഫറസ് വെജിറ്റബിൾസ് വേവിച്ച് മാത്രം കഴിക്കണം എന്ന് പറയുന്നത്. ഇനി നമ്പർ 2, ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോയ പ്രോഡക്റ്റാണ്. പ്രത്യേകിച്ച് സോയ പ്രോഡക്റ്റ്, ഈ പറയുന്ന പ്രോഡക്റ്റുകളൊക്കെ അല്പസ്വല്പം കഴിക്കുന്നതുകൊണ്ട് തകരാറുണ്ട് എന്നല്ല, വ്യാപകമായിട്ട് കഴിക്കാൻ പാടില്ല, ധാരാളമായിട്ട് കഴിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പം സോയ പ്രോഡക്ട്സ് പല രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. സോയ ചങ്ക്സ് എന്ന് പറഞ്ഞിട്ട്, ടോഫു, സോയ മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് പല വിഭാഗത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. ഈ സോയ പ്രോഡക്ട്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ് ഐസോഫ്ലേവനോയ്ഡ്സ്. ഐസോഫ്ലേവോൺസിന് അല്ലെങ്കിൽ അതിനെ ഫൈറ്റോ ഈസ്ട്രോജൻ കണ്ടന്റ് എന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ ഈസ്ട്രോജനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഘടകങ്ങളാണ് ഈ സോയ പ്രോഡക്ട്സിനകത്തുള്ള ചില ഘടകങ്ങൾ. അവയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അയഡിൻ്റെ ആഗിരണത്തെ അത് തടസ്സപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ സോയ പ്രോഡക്ട്സുകളും ഈ തൈറോയ്ഡ് ബന്ധപ്പെട്ട രോഗമുള്ള ആൾക്കാർ അധികമായിട്ട് കഴിക്കരുത് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ തൈറോയിഡ് ഹോർമോണിൻ്റെ സിന്തസിസ്, അതിൻ്റെ നിർമ്മാണത്തിനും അതിൻ്റെ മെറ്റബോളിസത്തിനെയും സ്വാധീനിക്കാനുള്ള കഴിവും ഈ പറയുന്ന ഐസോഫ്ലേവോൺസിനുണ്ട്. അതുകൊണ്ട് തന്നെ സോയ പ്രോഡക്ട്സും കുറച്ച് മാത്രം ഉപയോഗിക്കുക. അയഡിൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരും ഹൈപ്പോതൈറോയിഡ് പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാരും സോയ പ്രോഡക്ട്സ് കഴിയുന്നത്ര കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗ്ലൂട്ടനെയാണ്. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ കണ്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. പ്രധാനമായിട്ട് നമ്മുടെ ഗോതമ്പിലും ബാർലിയിലും ഓട്സിലൊക്കെയുള്ള ഒരു പ്രധാന കണ്ടൻ്റാണ് ഗ്ലൂട്ടൻ. ഈ ഗ്ലൂട്ടൻ എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഗ്ലൂട്ടൻ എപ്പോഴും ഒരു ഇമ്മ്യൂൺ റെസ്പോൺസിനെ ട്രിഗർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ
പ്രതിരോധശേഷിയെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ഘടകമാണ് ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്ലൂട്ടൻ്റെ അമിതമായ ഉപയോഗം ഒരു പക്ഷേ ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് പോലെയുള്ള പ്രശ്നത്തിലേക്ക് നയിച്ചേക്കാം. ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങൾ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഡിസോർഡറാണിത്. അപ്പോൾ ഈ ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് ഉള്ള എല്ലാവർക്കും തൈറോയ്ഡ് ഫംഗ്ഷൻ വളരെയധികം മാറണമെന്നൊന്നും നിർബന്ധമില്ല. അത് തൈറോയ്ഡ് ആൻറ്റിബോഡിയൊക്കെ നോക്കുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാവുക. അല്ലെങ്കിൽ അൾട്രാസൗണ്ടൊക്കെ ചെയ്ത് നെക്കിനകത്ത് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാറുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന മറ്റെല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ പോലെയും ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാർ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർ ഗ്ലൂട്ടൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇനി പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രോസസ്സ്ഡ് ഫുഡും അല്ലെങ്കിൽ പാക്കറ്റിലൊക്കെ അടച്ചു വരുന്ന ടിന്നിലൊക്കെ കാനിലൊക്കെ അടച്ചു വരുന്ന ഫുഡുകൾ, അതുപോലെ എക്സസീവ് ഷുഗർ പഞ്ചസാര അമിതമായിട്ട് അടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നതാണ് നല്ലത്. കാരണം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് നീർക്കെട്ടുകൾ ഉണ്ടാക്കാനുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനുള്ള സാഹചര്യം വർദ്ധിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തൈറോയ്ഡൈറ്റിസ് വരാനുള്ള തൈറോയ്ഡ് ഇൻഫ്ലമേഷൻ വരാനുള്ള ടെൻഡൻസി ഇത് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടും കൂടിയാണ് ഈ പ്രോസസ്സ്ഡ് ഫുഡും അല്ലെങ്കിൽ ടിന്നിലും ക്യാനിലൊക്കെ അടച്ച ഫുഡും അധികമായിട്ടുള്ള പഞ്ചസാരയൊക്കെ ഒഴിവാക്കണം, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒഴിവാക്കണമെന്ന് പൊതുവായിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ട്രാൻസ് ഫാറ്റാണ്. ഫാറ്റുകൾ അത്ര തകരാറുണ്ടാക്കും എന്നല്ല പറയുന്നത്. ട്രാൻസ് ഫാറ്റ് അല്ലെങ്കിൽ കരിച്ചും പൊരിച്ചും ഉണ്ടാക്കുന്ന സാധനങ്ങൾ, നമ്മൾ ബേക്കറി ഐറ്റംസ് പോലെയുള്ള കാര്യങ്ങൾ, ഫ്രൈഡ് ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡുകൾ, ഇതൊക്കെ തന്നെ പലപ്പോഴും നമ്മുടെ T4-ൽ നിന്ന് T3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ആക്റ്റീവ് ഫോമാണ്, തൈറോയ്ഡ് ഹോർമോണിൻ്റെ ആക്റ്റീവ് ഫോമാണ് T3. അത് T4-ൽ നിന്നാണ് T3 ആയിട്ട് മാറുക തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോസസ്സിനെ ഈ പ്രോസസ്സ്ഡ് ഫുഡുകൾ ട്രാൻസ് ഫാറ്റ് വളരെയധികം സ്വാധീനിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവർക്ക് ഹൈപ്പോതൈറോയിഡിസം വരാനുള്ള ടെൻഡൻസി വർദ്ധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ, ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുള്ള ആൾക്കാരും ട്രാൻസ് ഫാറ്റ് പൊരിച്ചതും കരിച്ചതും ഒക്കെ ഒഴിവാക്കുന്നതാണ് കൂടുതൽ ബുദ്ധിയായിട്ടുണ്ടാവുക. അടുത്ത ഘടകം തൈറോയിഡിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് കഫെയിനാണ്. കഫെയിന് അതായത് കോഫി, ചായ പോലെയുള്ള കാര്യങ്ങൾ, എയറേറ്റഡ് ഡ്രിങ്ക്സ്, എന്താ എനർജി ഡ്രിങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ്, ഇത് സാധാരണഗതിയിൽ നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അഡ്രീനൽ ഗ്ലാൻഡ് എപ്പോഴും നമുക്കറിയാം അതാണ് പലപ്പോഴും നമ്മുടെ പല ഹോർമോണൽ ഫങ്ഷനെയും നിയന്ത്രിക്കുന്നതും നമ്മുടെ ബ്ലഡ് പ്രഷറും നമ്മുടെ ഷുഗർ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊഫൈൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഒരു പക്ഷേ തൈറോയ്ഡൈറ്റീസിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസ്ഫങ്ഷനിലേക്ക് നയിക്കാം. അതുകൊണ്ട് തൈറോയ്ഡ് രോഗികൾ കൊഫൈൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരുന്നതാണ് ഏറ്റവും സ്വീകാര്യമായിട്ട് ചെയ്യേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതേപോലെ തന്നെ തൈറോയ്ഡിന് കഴിക്കുന്ന ചില മരുന്നുകൾ, നോർമലി നമ്മൾ കൺവെൻഷനലി കഴിച്ചുകൊണ്ടിരിക്കുന്ന പല മരുന്നുകളുടെയും എഫിക്കസി, അതിൻ്റെ ഫങ്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടും കൊഫെയിന് സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്കും കോഫി ഒത്തിരി ആയിട്ട് കഴിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള ഡ്രിങ്ക്സുകൾ ഉപയോഗിക്കുന്നതും തെറ്റാണ്. ഇനി അടുത്തൊരു പ്രധാന ഘടകമാണ് തൈറോയ്ഡ് പ്രോബ്ലം ഉള്ള ആൾക്കാർ കഴിയുന്നത്ര ആൽക്കഹോൾ വർജിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ T4 T3 ആയിട്ട് മാറണം, ആക്റ്റീവ് ഫോം ആയിട്ട് മാറണം തൈറോയിഡിൻ്റെ. അത് പലപ്പോഴും അതിൻ്റെ ഒരു ട്രിഗറിങ്, അതിൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ലിവറാണ്. ലിവറിന് വരുന്ന ഏതൊരു ഡാമേജും ഒരു പക്ഷേ തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷനിലേക്ക് നയിച്ചേക്കാം. അതൊക്കെ കൊണ്ട് തന്നെയാണ് വളരെ പ്രധാനമായിട്ടും നമ്മൾ ആൽക്കഹോളിൻ്റെ കൺസംഷൻ കുറച്ച് കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഒമേഗ 6ഉം അതുപോലെ തന്നെ ചില തരത്തിൽപ്പെട്ട വെജിറ്റബിൾ ഓയിൽസൊക്കെയാണ്. ഒമേഗ 6ഉം ചില വെജിറ്റബിൾസ് ഓയിൽസൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഗ്രേവ്സ് ഡിസീസ് പോലെയുള്ള അല്ലെങ്കിൽ ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് പോലെയുള്ള തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഇൻഫ്ലമേഷൻസിനുള്ള ഒരു ട്രിഗറിങ് ആവാനും ഒമേഗ 6ന് കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ സോയാബീൻസിൻ്റെ ഓയിൽ, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ, കനോല ഓയിലൊക്കെ അത്ര നല്ലതല്ല എന്ന് പറയുന്നത്. ഒമേഗ 6ൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക, കഴിയുന്നത്ര ഞാൻ സൂചിപ്പിച്ച തരത്തിലുള്ള ഓയിലുകളുടെ ഉപയോഗം കുറക്കുക. നേരെ മറിച്ച് നമുക്ക് വളരെ കേരളത്തിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയൊക്കെ
തൈറോയിഡിന് ഒരു തരത്തിലും ഡിഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തത് തന്നെയാണ്. അപ്പോൾ കഴിയുന്നത്ര കുക്കിംഗ് മീഡിയം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് കണ്ടൻസ് ചെയ്തിട്ടാണ് നിങ്ങൾ സാധാരണ ഉപയോഗിക്കേണ്ടത്. അതായത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ പാടില്ല. അതങ്ങനെയല്ല. ഒരിക്കലും വേവിക്കാതെ കഴിക്കാൻ വേണ്ടി പാടില്ല. റോ ഫോമിൽ കഴിക്കരുത്. പാചകം ചെയ്ത് മാത്രം ബ്രോക്കോളി, ക്യാബേജും കോളിഫ്ലവറൊക്കെ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. അപ്പോൾ കുക്ക്ഡ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ആൾക്കാർ കഴിയുന്നത്ര കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സോയയുടെ ഉപയോഗവും കുറച്ച് കൊണ്ടുവരിക. കോഫിയും കൊഫൈൻ കണ്ടൻറ്റുള്ള സാധനങ്ങളും ട്രാൻസ് ഫാറ്റ് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളും ആൽക്കഹോളിൻ്റെ ഉപയോഗമൊക്കെ പരമാവധി കുറച്ച് കൊണ്ടുവന്നാൽ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ തൈറോയ്ഡ് ഫംഗ്ഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണ ക്രമീകരണത്തിൽ കൂടി ഒരു വലിയ പങ്ക് നമുക്ക് നമ്മുടെ തൈറോയ്ഡിനെ സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ടും കഴിയും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.